ഹലോ ഹായ് ഫ്രണ്ട്സ്, സിയോൺ ലേറ്റസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കട മണികണ്ഠേശ്വരം ലൈനിലാണ് കേട്ടോ. മണികണ്ഠേശ്വരത്ത് നല്ലൊരു അമേരിക്കൻ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചുള്ള ഒരു വീടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു അമേരിക്കയിൽ പണി കഴിപ്പിച്ച അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുന്ന വിശ്വസിക്കുന്ന വലിയ 4000-ൽ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പരിചയപ്പെടുത്തിയിരുന്നു. അതിന്റെ ഒരു വേറൊരു വേർഷനാണ് അമേരിക്കൻ സ്റ്റൈലിൽ തന്നെ ആ പുള്ളി തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. പുള്ളി കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ട് പുള്ളിയുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് താമസിക്കാനായിട്ട് വെച്ചതാണ്. പക്ഷെ പുള്ളി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പുള്ളി അമേരിക്കയിൽ തന്നെ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീടുകളൊക്കെ തന്നെ അർജന്റായിട്ട് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാനും പറ്റും. കേരളത്തിൽ ഇതുപോലുള്ള അമേരിക്കൻ സ്റ്റൈൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന വീടുകൾ വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. കാരണം നമ്മുടെ കേരളത്തിന്റെ പാരിസ്ഥിതിക ഘടന അനുസരിച്ച് അത്തരത്തിലുള്ള വീടുകൾ പലപ്പോഴും പണിയാൻ തുനിയാറില്ല. എന്നാൽ നമുക്ക് കേരളത്തിന്റെ ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അതിന് ഇണങ്ങും വിധത്തിലാണ് ഈ പുള്ളി ഇവിടെ ഈ ഒരു അമേരിക്കൻ സ്റ്റൈലിൽ അതിഗംഭീരമായിട്ടുള്ള 2850 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ മുറ്റവും ഒരു കവേർഡ് കാർ പോർച്ചും അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല ഗൈസ്. കാരണം അമേരിക്കയിൽ നമ്മൾ നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള വീടുകളെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഹൗസസ് ആണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെയാണ് പുള്ളി ചെയ്തേക്കുന്നത്. മൊത്തം 6.5 സെന്റാണ് കേട്ടോ. ഇവിടെ പുറകിലൊക്കെ നമുക്ക് നല്ല സ്ഥലമുണ്ട്. 6.5 സെന്റിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് കയറി വരുമ്പോൾ തന്നെ സ്റ്റെപ്പ് കയറി പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയാണ് മെയിൻ എൻട്രൻസിലേക്ക് പോകുന്നത്. നമ്മളിതാ ആ സ്റ്റെപ്പ് കയറി വരുന്നത് മെയിൻ എൻട്രൻസിലേക്കാണ്. പൂമുഖവാതിലെല്ലാം വന്നിട്ട് തേക്കിലാണ്. തടിപ്പണികളെല്ലാം ഫുൾ ചെയ്തിരിക്കുന്ന തേക്കിലാണ്. ഇത് നമ്മൾ ഈ മെയിൻ കവാടം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. മനോഹരമായിട്ടുള്ള, നമുക്ക് കേരള സ്ട്രക്ചർ ചെയ്താൽ പോലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലുള്ള വീടുകളുടെ ആ ഒരു മാതൃകയിലാണ് പുള്ളി ഇവിടെ കേരള ഭൂപ്രകൃതിക്ക് അനുസരിച്ച് പുള്ളി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല. അതിമനോഹരമായിട്ടാണ് ആ വിശാലമായ ലിവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നേരെ വരുന്ന ഓപ്പൺ കിച്ചണിലേക്കാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ അവർ കൊടുത്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്ന തേക്കിൻ തടിയിലാണ്. അത് ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, ചിമ്മിനി എല്ലാം ചെയ്തിട്ടുണ്ട്. ഡോറുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ പഴയ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന അതേ ഡോറിന്റെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പുറകിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 6 സെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ്ഫുൾ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ വീട് 2850 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ വളരെ ഒതുക്കിയാണ് വീട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് വീട് ഒരുപാട് സ്ഥലമൊന്നും എടുത്തിട്ടില്ല. എന്നാൽ നല്ല വിശാലതയും വീടിനകത്ത് ഫീൽ ചെയ്യും. ഇത്രയും സ്ഥലം നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്കിത് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഓപ്പൺ കിച്ചനോട് കൂടി ഞാൻ പറഞ്ഞു, അപ്പുറത്ത് അടുക്കളത്തോട്ടം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു വർക്ക് ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് പോകെ ഈ ഒരു ഓപ്പൺ കിച്ചനോട് കൂടി ചേർന്ന് തന്നെ നല്ലൊരു വർക്ക് ഏരിയ കൂടി അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ വർക്ക് ഏരിയ. കിച്ചനോട് കൂടി ചേർന്ന് തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമായിട്ടുണ്ട്. റോസ് വുഡ് ആണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റോസ് വുഡ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു കോമൺ വാഷ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. കോമൺ വാഷ് ഏരിയ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കോമൺ വാഷ് ഏരിയ. അതും ഒരു അമേരിക്കൻ സ്റ്റൈലിൽ തന്നെയാണ് അതും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു കോർട്ട്യാർഡ് കൂടി. ഇതെല്ലാം നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് തയ്യൽ മെഷീൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്താണ് നമുക്ക് ആവശ്യം അതുപോലെ നമുക്കത് ഈ ഒരു സ്ഥലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ടി വി യൂണിറ്റ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷനിൽ നമുക്ക് ആ ഒരു വോളിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ സോഫ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ടി വി യൂണിറ്റിന് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചുമര അതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ വീട്ടിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ കണ്ടു, കിച്ചൺ കണ്ടു, ബാത്റൂം കണ്ടു. പക്ഷെ റൂം എവിടെയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. റൂം ഇവിടെ തന്നെയാണ്. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മുടെ താഴത്തെ നമ്മുടെ ബെഡ്റൂം വരുന്നത്, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ആദ്യത്തെ റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. റൂമായിട്ട് വേണോ അങ്ങനെ നമുക്ക് ഓഫീസ് റൂമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിന് കോമൺ ബാത്റൂം ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. താഴെ കണ്ടത് ആ ഗ്രൗണ്ട് ഫ്ലോറിലെ കോമൺ ബാത്റൂം ആണ്. ഈ റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അത് നമുക്ക് താഴെ തന്നെ പോയി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റൂമാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ജനാലയൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. നമ്മുടെ സാധാരണ നമ്മുടെ കേരള സ്റ്റൈലിലല്ല ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാണാൻ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടും അതുപോലെ നല്ല സൺലൈറ്റ് കിട്ടുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. മേളിലെ റൂഫൊക്കെ അതിമനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എസിയുടെ പ്രൊവിഷൻ അവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിന്റെ ആദ്യത്തെ
റൂമോ ഓഫീസ് റൂമോ എന്നിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇതാണ് ഈ അമേരിക്കൻ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. നല്ലൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഇവിടെ 3 ബെഡ്റൂം ആണുള്ളത്. താഴെ ഒരു ബെഡ്റൂമും മേളിൽ വന്നിട്ട് 3 ബെഡ്റൂമാണ്. ഇതിനകത്ത് നമ്മുടെ മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ആണിത്. കമോഡ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ട് നമുക്ക് ഈ ഡോർ കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ സ്പേസിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മേളത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം ആണിത്. അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. ഇതും ആ പറഞ്ഞ പോലെ നേരത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ബാത്റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അവർ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ട്. കാരണം ഈ ഒരു ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് നമുക്കൊരു പ്രൈവസി ഒക്കെ കിട്ടുന്ന ഒരു തരത്തിലാണ് ചെയ്തൊക്കെ. നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ പുറത്തെ കാഴ്ചകൾ കാണാൻ ജനാല കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി നല്ലൊരു വ്യൂ ആണ്. ഒരു അധികം വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പേരൂർക്കട മണികണ്ഠേശ്വരം എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള വീട്. ഇനി നമുക്ക് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 4ാമത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ ഫ്ലോറിൽ കണ്ട പോലെ തന്നെ 2 സ്റ്റെപ്പ് കയറി മേളിലേക്ക് വരണം. അങ്ങനെയാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. താഴെ മറ്റേ 2 ബെഡ്റൂമും മേളില് സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് മെയിൻ ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇതും നല്ല മനോഹരമായിട്ടുള്ള റൂം തന്നെയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. നല്ല പ്രകാശം. എനിക്ക് ഈ വൈകുന്നേരം ഞാനിപ്പോൾ ഏകദേശം ഒരു 5:30 മണി ടൈമായി, എന്നിട്ട് പോലും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഡബിൾ ഹൈറ്റിനെക്കാട്ടിലും ഹൈറ്റിലാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രകാശം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ നോക്കുമ്പോൾ കുറേ പറമ്പുകളൊക്കെ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെയൊക്കെ ഓരോ വീടുകളൊക്കെ വരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്. താഴെ കണ്ടതിനെക്കാട്ടിലും ഒക്കെ വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ് ഇത് യൂസ് ചെയ്തത്. അപ്പൊ റൂമിന് നല്ല വലിപ്പമുണ്ട്, ഡ്രസ്സിംഗ് റൂമിന് നല്ല വലിപ്പം അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ റൂമിലാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലായിരുന്നു, കോമൺ ബാത്റൂം ആയിരുന്നു. എന്നാൽ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ താഴെ ഒരു റൂമിന് മാത്രമേ ഉള്ളൂ കോമൺ ബാത്റൂം. ബാക്കിയുള്ള 3 ബെഡ്റൂമിനും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 2850 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതും ഇത്രയും എലഗന്റ് ആയിട്ടുള്ള ഒരു വീട്, അതും നമുക്കൊരു ആഡംബര വീട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. ഈ വീട് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ 6.5 സെന്റും വീടുമാണ് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു 6 സെന്റ് കൂടി കിടപ്പുണ്ട്. അപ്പോൾ ടോട്ടലി 12.5. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ 12.5 സെന്റും വീടും കൂടി നമുക്ക് ഉപയോഗിക്കാം. ഇല്ല, ഇപ്പോൾ 6.5 സെന്റും ഈ 2850 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അമേരിക്കൻ വീട് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന വില 1,70,00,000 രൂപയാണ്. അപ്പോൾ ഇത് നെഗോഷ്യബിൾ ആണ്. വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന സിയോൺ റിയൽ എസ്റ്റേറ്റ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. വീണ്ടും മറ്റൊരു കിടിലൻ വീടുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.